രാഹുൽ ഗാന്ധിക്ക് നേരെ ബി.ജെ.പി. നേതാവ് ഉന്നയിച്ച നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന ആരോപണം സഭയിൽ പ്രതിപക്ഷം ചർച്ച ചെയ്യണമെന്നും അടിയന്തര പ്രമേയമാക്കണമെന്നും പറഞ്ഞപ്പോൾ ഒരു ലോഡ് പുച്ഛമാണ് സ്പീക്കർ തിരിച്ചു കാണിച്ചത്. അതൊന്നും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷംസീർ തുറന്നു കാണിച്ചത് കേരളത്തിലെ ബി.ജെ.പിയും CPIയും ഉള്ള അവിശുദ്ധ ബന്ധം തന്നെയാണ്. പ്രധാനമായും മന്ത്രിമാർ ചോദിച്ചത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആരോപണം ഉന്നയിച്ചപ്പോൾ ആ വിഷയം അപ്പോൾ തന്നെ സഭയിൽ അവതരിപ്പിച്ചില്ല എന്നതാണ്. ആ ആരോപണത്തിൽ മറുപടിയുമായി എത്തുകയാണ് VD സതീശൻ. ആരോപണം വന്നതിന് ശേഷമുള്ള 2 ദിവസങ്ങൾ ശനിയും ഞായറുമായിരുന്നു. സഭ അവധിയായിരുന്നു. പിന്നീട് സഭ തുടങ്ങിയ തിങ്കളാഴ്ച രാവിലെ തന്നെ സണ്ണി ജോസഫ് ഈ ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് സ്പീക്കറിന്റെ മുട്ടാപ്പോക്ക് മറുപടി വന്നത്. സംഭവം നടന്ന 2 ദിവസം കഴിഞ്ഞും നിയമസഭയിൽ അവതരിപ്പിച്ചില്ല എന്നാണ് മന്ത്രിമാരുടെ ന്യായീകരണം. ശനിയും ഞായറും സഭയില്ല. അബദ്ധം പറഞ്ഞ മന്ത്രിമാർ അത് പിൻവലിക്കണമെന്ന് കൂടി സതീശൻ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരായ വധഭീഷണിയിൽ VD സതീശൻ കൂടാതെ ഈ വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയും തുറന്നു കാണിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം 2 മന്ത്രിമാർ ഭയങ്കര ബഹളമായിരുന്നു. ഈ എല്ലാവരും നടുത്തളത്തിൽ ഇറങ്ങിയപ്പോൾ ഒന്ന് മന്ത്രി P. രാജീവ് എന്തൊക്കെയാ പറഞ്ഞത്? ഈ സംഭവം 26-ാം തീയതി നടന്നതാണ്, 27-ാം തീയതിയും 28-ാം തീയതിയും നിങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്നില്ല. 27, 28 ശനിയും ഞായറുമായിരുന്നു, അസംബ്ലി ഉണ്ടായില്ല. അബദ്ധം പറയണതിനൊരു പരിധി വേണ്ടേ? ഞങ്ങൾക്കാണെങ്കിൽ മൈക്കില്ലല്ലോ, ഞങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുക. അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തേനെ. 27, 26-ാം തീയതി രാത്രി സംഭവം നടന്നു, 27-ലും 28-ലും സഭയിൽ കൊണ്ടുവന്നതെന്നാണ് ചോദ്യം. ശനിയും ഞായറുമാണ് 27, 28. പിന്നെ 29-ാം തീയതി ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി KPCC വർക്കിംഗ് പ്രസിഡന്റ് ഈ വിഷയം മെൻഷൻ ചെയ്തു. പിന്നെ കേസ് കൊടുത്തത് മന്ത്രി MP രാജേഷ് വന്നു പറഞ്ഞു. കേസ് കൊടുത്തത് 29-ാം തീയതിയാണ്. 12 മണിക്ക് കൊടുത്തു, 1:45 കേസ് എടുത്തത്. എൻ്റെ കയ്യിൽ കേസിന്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. 26-ാം തീയതി സംഭവം നടന്നു. 27-ാം തീയതി ആലപ്പുഴ DCC സെക്രട്ടറി ബിപിൻ മാമൻ പരാതി കൊടുത്തു. 28-ന് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രാൻകുമാർ പരാതി കൊടുത്തു. അന്നേ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വസന്ത തെങ്ങുംപിള്ളയുടെ പരാതിയുണ്ട്. അടുത്ത ദിവസം തൃശ്ശൂരിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ പരാതി കൊടുത്തു. എന്നിട്ട് 29-ാം തീയതി പരാതി കിട്ടിയിട്ടുള്ളത് ഒരു മന്ത്രി വന്ന് പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെറുതെ പറയുകയാണ് ഇവർ രണ്ടുപേരും അബദ്ധമാണ് പറഞ്ഞത്. 27 സെപ്റ്റംബറിലാണ് ബിപിൻ മാമൻ ഈ ഭീഷണിക്കെതിരായിട്ട് ഫസ്റ്റ് ഇത് കൊടുത്തത്. അദ്ദേഹം അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഇതില് ഫേസ്ബുക്കിൽ അദ്ദേഹം അത് ഇട്ടിട്ടുമുണ്ട് പരാതി കൊടുത്തിരിക്കുന്ന വിവരം. 27-നും 28-നും 29-നും പരാതി കൊടുത്തു. പിന്നെ 27-ാം തീയതി രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞു, ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് KPCC പ്രസിഡന്റ് ശക്തിയായിട്ട് ആവശ്യപ്പെട്ടു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്ര ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുത്തു. ഞങ്ങളടക്കം തെരുവിലിറങ്ങി ഞങ്ങൾ സമരം ചെയ്തു. എന്നിട്ട് മന്ത്രി പറയും ഒരു പ്രതിഷേധം പോലും കേരളത്തിൽ നടന്നില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അബദ്ധമാണ് പറഞ്ഞത്, തെറ്റാണ് പറഞ്ഞത്. അതേ 2 മന്ത്രിമാരും അവർ പറഞ്ഞത് പിൻവലിക്കണം. അല്ല, നമ്മള് പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ പുറത്ത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുമെന്നാണ് നമ്മുടെ ധാരണ. 29-ാം തീയതി ഞങ്ങൾ വരുമ്പോൾ അപ്പോൾ അത് ഉച്ചവരെ എടുത്തിട്ടില്ല. അപ്പോഴാണ് ഞങ്ങൾ മെൻഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്താ, സ്വാഭാവികമായിട്ട് പിണറായി വിജയനെതിരായിട്ട് ആരെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും, അവൻ്റെ വീട് റെയ്ഡ് ചെയ്യുകയും ചെയ്യും, അവൻ്റെ കമ്പ്യൂട്ടർ വരെ എടുത്തുകൊണ്ട് പോകും, ഫോൺ വരെ പിടിച്ചുകൊണ്ട് പോകും. രാഹുൽ ഗാന്ധിയെ നിറയൊഴിക്കുമെന്ന് ഒരാളൊരു ചാനൽ ചർച്ചയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മൾ പരാതി കൊടുത്തിട്ട് അത് കേസെടുക്കുമെന്നാണ് നമ്മുടെ ധാരണ. കേസെടുക്കാത്തപ്പോഴാണ് ഞങ്ങൾ 29-ാം തീയതി അസംബ്ലിയിൽ മെൻഷൻ ചെയ്തു. അസംബ്ലി അപ്പോഴാണ് കൂടുന്നത്, ആദ്യത്തെ ദിവസം മെൻഷൻ ചെയ്യുന്നു. ഉച്ചവരെ ഞങ്ങൾ പരിശോധിച്ചു. ഉച്ചവരെ ഞങ്ങൾ കൊടുത്ത എല്ലാ പരാതിയുള്ള പോലീസ് സ്റ്റേഷനിലും എൻ്റെ ഓഫീസാണ് വിളിച്ച് ചെക്ക് ചെയ്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി. അപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, ഒറ്റ പോലീസ് സ്റ്റേഷനിൽ FIR എടുത്തിട്ടില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇത് മെൻഷൻ ചെയ്തു. അന്ന് വൈകുന്നേരം എടുത്തില്ല, അന്ന് വൈകുന്നേരം FIR എടുത്തു, ഇയാൾ അറസ്റ്റ് ചെയ്തു. അന്ന് വൈകുന്നേരം ഞങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷമാണ് വൈകുന്നേരം FIR എടുത്തു. അറസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അറസ്റ്റ് ചെയ്യണം.
അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇതൊരു നിസ്സാര കാര്യമാണെന്ന്? ഗവൺമെന്റിന്റെ അഭിപ്രായം അതാണോ? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറഞ്ഞത് നിസ്സാര കാര്യമാണോ? ആണോ? നിസ്സാര കാര്യമാണോ? നിസ്സാര കാര്യം ആണെന്ന് പറഞ്ഞു. നിസ്സാര കാര്യം. ഒരു 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 ഫോൺ കോളിൽ ഒരു ആരെങ്കിലും അജ്ഞാതനായ ഒരാൾ ഫോൺ ചെയ്ത് സെക്രട്ടേറിയറ്റിൽ പോകുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ചെയ്യോ? നടപടി എടുക്കൂലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വധഭീഷണി ഉണ്ടായെന്ന് പറഞ്ഞാൽ ചെയ്യില്ലേ? ഇത് രാജ്യത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചിൽ വെടിയുതിർക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 27-ാം തീയതി ഞങ്ങൾ പ്രതിഷേധം നടന്നിട്ടുണ്ട്. എറണാകുളത്ത് പ്രതിഷേധം നടന്നല്ലോ. 27-ാം തീയതി ഒരുപാട് സ്ഥലത്ത് പ്രതിഷേധം നടന്നു. പിന്നെ വ്യാപകമായ പ്രതിഷേധം സർക്കാർ നടപടി എടുക്കാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. വ്യാപകമായി ഒരു പ്രതിഷേധവും നടന്നില്ല എന്ന് മന്ത്രി പറയുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങിയില്ലേ? KPC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാം തെരുവിലല്ലായിരുന്നു. അതിന്റെ തലേ ദിവസം അദ്ദേഹമൊന്നും കണ്ടില്ലേ? എന്തും പറയാം. അസംബ്ലിക്ക് പുറത്തും കേസ് കൊടുത്തത്, പരാതി കൊടുത്ത് 29-ാം തീയതിയാണെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?